പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഭയന്നതുപോലെ തന്നെ ആ വാർത്ത ശരിയാണ്. നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. അരനൂറ്റാണ്ടിനടുത്ത് കാലം മലയാള സിനിമയുടെ ഭാഗമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടൻ ശ്രീനിവാസൻ അന്തരിച്ചു. എറണാകുളം താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. 200-ലേറെ ചിത്രങ്ങളിൽ അഭിനയിച്ചിരുന്നു. സജോ ദേവസിയും വിനീത വേണുവുമുണ്ട്. ആദ്യം വിനീതയിലേക്ക്. വിനീത, സാധാരണക്കാരൻ്റെ ജീവിതത്തെ ഇത്രയധികം നർമ്മത്തിൽ പൊതിഞ്ഞ് എന്നാൽ വളരെ രസകരമായ രീതിയിൽ അവതരിപ്പിച്ച നടനാണ്. അഭിനേതാവ് എന്ന നിലയിൽ, സംവിധായകൻ എന്ന നിലയിൽ, തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മലയാള സിനിമയുടെ ഹൃദയമായിരുന്നു ശ്രീനിവാസൻ. മലയാള സിനിമയുടെ ശ്രീ മായിഞ്ഞോ. ഡോക്ടർ അരുൺ, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. ദീർഘനാളായി അസുഖബാധിതനായിരുന്ന ശ്രീനിവാസന്റെ മരണം അല്പം മുൻപാണ് എറണാകുളം താലൂക്ക് ആശുപത്രിയിൽ സ്ഥിരീകരിക്കുന്നത്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ താലൂക്ക് ആശുപത്രി പ്രവേശിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിക്കുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് നമുക്ക് രാവിലെ പങ്കുവെക്കാനുള്ളത്. അരുൺ പറഞ്ഞതുപോലെ തന്നെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ഇത്രയും നർമ്മം കലർത്തി അവതരിപ്പിച്ച മറ്റൊരാളുണ്ടോ എന്നത് സംശയമാണ്. നമ്മൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയും സന്ദേശം സിനിമയിലേക്ക് ശ്രീനിവാസന്റെ രംഗങ്ങൾ വീണ്ടും ചർച്ചയായിരുന്നതുമാണ്, അല്ലെങ്കിൽ അതെല്ലാവരും ഷെയർ ചെയ്തിരുന്നതുമാണ്. അങ്ങനെ നമുക്ക് നിത്യജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലും ശ്രീനിവാസന്റെ സിനിമകൾ നമ്മോട് ചേർന്ന് നിൽക്കുന്നത് പോലെയാണ് തോന്നിയിരുന്നത്.